ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജിയിൽ മറുപടിയില്ലാതെ മോദി സർക്കാർ. രാജ്യസഭയിൽ ചർച്ച അനുവദിക്കില്ലെന്ന് ഉപാധ്യക്ഷൻ. പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ഉപാധ്യക്ഷൻ തള്ളി. സിബി ചേരുകയാണ്. സിബി, 2 മണിവരെ സഭ നിർത്തിവെച്ചിരുന്നു, വീണ്ടും സഭ പുനരാരംഭിച്ചു. എന്തൊക്കെയാണ്? ബീഹാർ വോട്ടർ പട്ടിക വലിയ പ്രതിഷേധമാണ് ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷം തീർക്കുന്നത്. ഇതിപ്പോൾ ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിക്ക് 2 മണി വരെ നിർത്തിവെച്ചിരുന്നു. അതിനുശേഷം ഇപ്പോൾ 2 മണിക്ക് വീണ്ടും ഈ ലോക്സഭ ചേർന്നപ്പോഴും വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായി. പിന്നീട് ലോക്സഭ ഇപ്പോൾ ഇന്നത്തേക്ക് പിരിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രാജ്യസഭയിലും വലിയ പ്രതിഷേധമാണ്. രാജ്യസഭയിൽ SIR നടപ്പാക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധ മുദ്രാവാക്യം വെച്ചുകൊണ്ട് നടുത്തളത്തിലിറങ്ങിയാണ് പ്രതിപക്ഷം പ്രതിഷേധിക്കുന്നത്. രാജ്യസഭയിലും വലിയ ബഹളമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ സഭാ നടപടിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടി രാജ്യസഭ ചെയർ പദവിയിരിക്കുന്ന ആൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഇപ്പോൾ വലിയ പ്രതിഷേധം പ്രതിപക്ഷ ഭാഗത്തുണ്ടാകുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റ് കവാടത്തിലും രാവിലെ പ്രതിപക്ഷ ഇന്ത്യ സഖ്യം ഒരുമിച്ച് പ്രതിഷേധം നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ 52 ലക്ഷം വോട്ടർമാർ ഈ പട്ടികയിൽ നിന്നും നീക്കി എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരുന്നത്. ഇതിനെതിരെയാണ് ഒരു വ്യാപകമായ പ്രതിഷേധം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. മാത്രമല്ല രാഹുൽ ഗാന്ധി അടക്കം രംഗത്ത് വരികയും ഈ ഭരണഘടനാപരമായ കടമ നിർവഹിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന നിലയും വലിയ ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് രാജ്യസഭയിൽ കാണാൻ കഴിയും, കൃത്യമായി ഈ എല്ലാ എംപിമാരും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രതിപക്ഷ എംപിമാർ വളരെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്തുകയാണ്. അതേസമയം തന്നെയാണ് ഈ ഒരു ഉപരാഷ്ട്രപതിയുടെ രാജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു ദുരൂഹത അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കൃത്യമായ ഒരു വിശദീകരണം കേന്ദ്ര സർക്കാർ നൽകണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉന്നയിക്കുകയും ഇന്നിപ്പോൾ അടിയന്തര പ്രമേയ നോട്ടീസായി രാജ്യസഭയിലടക്കം ഈ പ്രതിപക്ഷം നോട്ടീസ് നൽകിയത്. പക്ഷേ ചട്ടം 267 പ്രകാരം ഇത് പരിഗണിക്കാൻ കഴിയില്ല എന്ന നിലപാട് രാജ്യസഭ ഉപാധ്യക്ഷനായ ഹരിവംശ നാരായണൻ എടുക്കുകയായിരുന്നു. എന്നാലും ഇപ്പോഴും ആ ഒരു ദുരൂഹത നീക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഈ കാര്യത്തിൽ മൗനം തുടരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു. നിരവധി കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭ്യൂഹം വരുന്നത്. പ്രത്യേകിച്ച് ഈ വസതിയിൽ പണം കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യശ്വന്ത് വർമ്മയെ ഇംപീച്ച്മെന്റ് ചെയ്യാൻ പ്രതിപക്ഷം നോട്ടീസ് നൽകിയിരുന്നു. ഈ ഇംപീച്ച്മെന്റ് ചെയ്യാമെന്ന് കൃത്യമായി ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇത് കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിക്കുകയും ഇതിന് പിന്നാലെയാണ് ഇതിന്റെ നടപടി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഒരു വിശദീകരണം ഇപ്പോൾ കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ജഗദീപ് ധൻഖറോ നൽകുന്നില്ല. പല അഭ്യൂഹങ്ങളും നിലവിൽ വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു വിശദീകരണം വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ വലിയ പ്രതിഷേധമാണ് തുടരുന്നത്. ലോക്സഭ ഇന്നത്തേക്ക് പിരിയുകയും ചെയ്തിട്ടുണ്ട്. ഷമി, രാജ്യസഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം, ലോക്സഭ പിരിഞ്ഞു. സിബിയാണ് വിശദാംശങ്ങൾ നൽകിയത്.